ഈ ഹ്യൂമർ സ്വഭാവം ഞാൻ ഇന്റർവ്യൂകൾ കാണുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന കാലം തൊട്ട് ഈ ഹ്യൂമർ സ്വഭാവം ഉണ്ട്. എന്ത് കണ്ടാലും ഇപ്പൊ ഈ ബുദ്ധന്റെ കാര്യം പറയുന്ന സമയത്ത് താഴെയാണ് മരം, മുകളിലാണ് ബുദ്ധൻ. സാധാരണ ബുദ്ധൻ മരത്തിന് താഴെയല്ലേ ഇരിക്കുക എന്നാണ് പറയുന്നത്. അതൊരു ഒബ്സർവേഷണൽ സ്കില്ലാണല്ലോ. അപ്പം ഇത് തുടക്കകാലം മുതൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് എന്ത് കണ്ടാലും? ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ക്ലാസ്സിൽ മോഹൻ, എൻ്റെ ശരിക്കുള്ള പേര് മോഹൻദാസ് എന്നാണ്. ഇന്ന് മോഹൻദാസ് വന്നില്ല, ഒരു അനക്കില്ലല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും വളിപ്പൊക്കെ പറഞ്ഞ് എല്ലാ പിള്ളേരും ചിരിപ്പിക്കുക അങ്ങനെയായിരുന്നു. പിന്നെ ചിരിക്കാൻ കഴിവെന്ന് പറഞ്ഞാൽ ദൈവാധീനമാണ്. മനസ്സിൽ എന്തുണ്ടെങ്കിലും ഒരു ചിരിക്കാനുള്ള ഒരു സമയ സന്ദർഭം കിട്ടിയാൽ ചിരിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടി ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് വേദനിച്ചിട്ട് എന്താ കാര്യം? നമുക്കൊരു ദുർബല നിമിഷമുള്ളൂ. നാളെ അനിയനെ കണ്ട് എനിക്കൊരു ഗുഡ് മോർണിംഗ് പറയാൻ അവസരം തന്നാൽ താങ്ക് ഗോഡ്. ദാറ്റ്സ് ഓൾ. ഇപ്പം മണി എത്രയും 11:05. വി ആർ സ്റ്റിൽ അലൈവ്. ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുക, അത്രേ ഉള്ളൂ. ചാർലി ചാപ്ലിനും അല്ല ഭയങ്കര ഇഷ്ടമാട്ടോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചാർലി ചാപ്ലിൻ ആരാന്ന് മനസ്സിലായത്. ചാർലി ചാപ്ലിൻ്റെ ജീവിതം മുഴുവനും എവിടെ പോയാലും ചാർലി ചാപ്ലിൻ്റെ ഇവിടെ ഉണ്ട് വലിയൊരു ലൈവ് ഫോട്ടോ ഉണ്ട്. പിന്നെ ചാർലി ചാപ്ലിൻ്റെ കളക്ഷൻ അവിടെ ഇരുന്ന കപ്പ് കണ്ടോ, അതിൽ ചായ കുടിക്കാം, ചാർലി ചാപ്ലിന്റെ തലയിടത്. ചാർലി ചാപ്ലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലോറൽ ആൻഡ് ഹാർഡി അങ്ങനത്തെ വെസ്റ്റേൺ മൂവീസ്. അത് അമേരിക്കയിലൊക്കെ പോകുമ്പോ ചെറിയ അവാർഡ് കൊടുക്കുന്നതാണ്. പിന്നെ ഈ വെസ്റ്റേൺ മൂവീസിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം. ലോറൽ ആൻഡ് ഹാർഡി, ചാർലി ചാപ്ലിൻ, പിന്നെ പഴയ ഓരോ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും നമ്മൾ മറന്നുപോകും. സീരിയസ് ഉള്ള സംഭവമുണ്ട്, സംഭാഷണമില്ലാത്ത ഒരാളാണെന്ന് ആലോചിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ദ കിഡ് ആയിരുന്നു. പിന്നെ ഇത് റഷസ്, അതൊക്കെ നല്ല. അത് നമ്മളിങ്ങനെ ഇരുന്ന് പോകുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്ലാപ്സ്റ്റിക് ആണെങ്കിൽ നമ്മൾ ഇരുന്ന് പോകും. അതല്ലേ ഇപ്പൊ ഈ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ സിനിമ കാണുന്നുണ്ടല്ലോ. ടി വിയിൽ കാണാം. പണ്ട് നമുക്ക് പഴയതുപോലൊന്നും തിയേറ്ററിൽ പോകാനൊക്കുന്നില്ല. കാരണം പല കമൻസ് ഉണ്ടാവും, ഹലോ സ്വന്തം ഭാര്യ തന്നെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിയുന്ന തിയേറ്ററിൽ പോകാറില്ല. തിയേറ്ററിൽ പോയി അടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CBI ഡയറക്ടർ ഇപ്പം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ CBI ഞാനുണ്ട്, മിസ്റ്റർ മമ്മൂട്ടിയുണ്ട്, ഡെന്നിസ് ജോസഫ് ഉണ്ട്, വേറെ ഞങ്ങള് ഫാമിലി, രണ്ട് ഫാമിലിയുണ്ട്, പിന്നെ ജോലിക്കാരുണ്ട്. നമ്മള് സ്ഥിരം നിൽക്കുന്ന ജോലിക്കാരൻ കൂടെ കൊണ്ടുപോകും. ഷെണൈസ് തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ ഞാൻ മമ്മൂട്ടിയോടോ, നമ്മളെ നാടാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. നമുക്ക് കഴിയുന്ന പടം തീരുന്നതിനും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെന്നിട്ട് പേടിച്ചിറങ്ങും, താരം അവിടെ ഇരിക്കും. എല്ലാ ജനങ്ങൾ പല ജാതിയാണ്, നമ്മൾ കഴിയുന്നത് ഇറങ്ങുന്ന. ഞങ്ങൾ പടം വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് കയ്യിൽ വളയൊക്കെ ഇട്ട് മുടിയൊക്കെ വളച്ചേർത്ത് സ്ലോ മോഷനിൽ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എനിക്ക് എന്തോ പന്തികയുടെ പോലെ തോന്നി. അവന് വേറെ ഒന്നുമല്ല, അവനെന്തെങ്കിലും തുടരണം. ഞാനുണ്ട്, ശോഭയുണ്ട്, സുലുവുണ്ട്, മമ്മൂട്ടിയൊക്കെ ഉണ്ട്. ശോഭയുടെ പുറകിൽ ഇങ്ങനെ ഒന്നവന് വേറെ ഒന്നുമല്ല, ഒന്ന് തോന്നണം. ഇത് വരെയും ഈ കഴിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന വിധത്തിൽ പെരുമാറക്കാർ സിറ്റുവേഷനാണ്. നമ്മളെല്ലാം റൗഡിയായിട്ടല്ല. നമ്മളെ മകളോ മക്കളൊക്കെ ഒരുത്തൻ തോണ്ടുക നമ്മളൊക്കെ മാറുമല്ലോ. ഒരു 5-6 അടി അടിച്ച് അതിന് ചെടിച്ചടിച്ച് വീണ് ആളുകൾ വന്ന് ആളുകളൊക്കെ വന്നിച്ചു, എന്താ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു സിനിമ കാണാൻ വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെവിടെ, അവനെവിടെ, പിന്നെ അവൻ എയറിൽ നിൽക്കുന്നു. ജനങ്ങൾ കൊണ്ടുപോയി. മമ്മൂട്ടി കാരണത്തിരുത് താൻ ഇങ്ങനത്തെ ഒരാളാണ് ഞാനറിയാം. ഞാൻ പറയുന്നത് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സിറ്റുവേഷനാണ്. ഒരു ഒരു അല്ല ഡെന്നിസ് ജോസഫ് ഇവരൊക്കെ കാരണത്ത് കിടന്ന് ഇങ്ങനെ ടക്കട്ട് ആരും ഇല്ല, പിന്നെ ഞാൻ മാത്രമുണ്ട്. ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു വീരമുഖം കണ്ടത്? അല്ല, ഇങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും കേട്ടോ. എന്തെങ്കിലും കണ്ടാൽ അപ്പം റിയാക്ട് ചെയ്യും. അപ്പൊ ഞാൻ പിള്ളേർ പറഞ്ഞു, അച്ഛ അങ്ങനെ ചെയ്യല്ലേ, അച്ഛക്ക് അടി കിട്ടും കേട്ടോ. അങ്ങനെ കൊച്ചു പിള്ളേർ റോട്ടിൽ കൂടി ഇവിടെ ആണെങ്കിലും ഇങ്ങനെ പോകുന്നതാണ്, മക്കളെ അങ്ങനെ വേണ്ടട്ടാ. അപ്പോൾ മക്കൾ പറയാം, അച്ഛൻ മിണ്ടല്ലേ, ലെറ്റ് ദം ലീവ് ദെയർ ലൈഫ്. ചേട്ടൻ അങ്ങനെ പറയല്ല, ഞാനും പറയും. അപ്പൊ പെൺകുട്ടികളെ എന്തെങ്കിലും, പെൺകുട്ടികൾ മര്യാദക്ക് നടക്കണം, പെൺകുട്ടികൾ
അങ്ങനെ ഒരു നേച്ചർ. പെൺകുട്ടികൾ മക്കള് ഇപ്പൊ അതൊക്കെ പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും. അതെ, ലിവിങ് ടുഗദറാണ് ഇപ്പം അതൊന്നും ചോദ്യത്തിൽ വരുന്നത്. കാലങ്ങൾ മാറി, കാലഘട്ടങ്ങൾ മാറി. പക്ഷെ നമുക്ക് രണ്ട് പെൺകുട്ടികളാകുമ്പോൾ ഈ 12 മണിക്ക് ഇങ്ങനെ പോകുന്നത് ശരിയല്ല. മക്കളെ വീട്ടിൽ പോകാൻ നോക്കി, എൻ്റെ മണി പിന്നെ അവർ വേറെ തരത്തിലായിരിക്കും നമ്മൾ. പക്ഷെ കാലം മാറി. അപ്പോൾ മക്കൾ പറയാം വേണ്ട വെച്ചാൽ നമ്മളെ കാര്യം പണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടില്ല. കാരണം ഇവിടുത്തെ ഒരു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവരുടെ ജീവിതം. ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു 6:30, 7 ആകുമ്പോൾ വീട്ടിൽ കയറണം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും വരും കൊണ്ടുപോകാനായിട്ട്, കൂട്ടിക്കൊണ്ടുപോകാൻ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാവരും പുറം നാടുകളിൽ നിന്ന് വന്ന് അവര് ജോലി കഴിഞ്ഞ് 9:30, 10 ഒക്കെ ആവും വീട്ടിൽ കയറാനായിട്ട്. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന് അവര് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ്. പഴയകാല പാർട്ടിയാണ്. അപ്പം ഞങ്ങൾ ഒരു 6:30 മണി കഴിഞ്ഞാൽ അമ്മ ആ കൊച്ചിനെ കൂടെ നീ എവിടെ പോയി, മണി 6:30, 7 പോകുന്നു, നിങ്ങൾ തെണ്ടി കിടക്കണമെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും ചേട്ടൻ ലേറ്റ് ആയിട്ട് ഒരു അമ്മ വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ അവിടെ അമ്മ, ഞാൻ ഒറ്റക്കല്ലേ നേരത്തെ ഒന്നൂടെ ദശമൂല ഇഷ്ടം കഴിക്കും രാത്രി. ഞാൻ അതിനകത്ത് ഇത്തിരി റമ്മൊഴിച്ച് വെച്ച് അമ്മ ബെസ്റ്റ് അരിഷ്ടമാണ് അമ്മ അടിക്കും. പിന്നെ മിണ്ടാട്ടുമില്ല, ഏത് പാതിരക്കും വേണമെങ്കിൽ പോയി അരിഷ്ടം കുടിക്കാറുണ്ട്. എനിക്കും അറിയില്ലായിരുന്നു. എന്തൊരു അരിഷ്ടമാണ് നീ തന്നത്. ഞാൻ ബെസ്റ്റ് അരിഷ്ടമാണ്. മോനെ കുടിച്ചിട്ട് അറിഞ്ഞിട്ടുമില്ല. ഞാൻ കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഏത് പാതിരക്ക് എവിടെ വേണം പോകാം. അങ്ങനെയാണ് ഈ ബ്യൂട്ടി പാർലറുകൾ തുടങ്ങാം. അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞ പോലെ അന്ന് ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്ന സ്ത്രീകൾ പോലും ആളുകൾ ട്രോൾ ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ ബ്യൂട്ടി പാർലർ തുടങ്ങുന്നത് അത് റിസ്ക് ആയിരുന്നല്ലേ ആ സമയത്ത്? അത് റിസ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ 40 വർഷം മുമ്പ് എന്ന് പറയുമ്പം 40 വർഷം മുമ്പ് സ്വന്തമായിട്ട് തുടങ്ങി. അതിനു മുമ്പേ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ബേസിക്കലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അന്ന്. അപ്പോഴൊക്കെ പിന്നെ ഒരു മൈ ഫേ ലേഡി എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. നിങ്ങളൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പം യേശുദാസിന്റെ ഭാര്യയുടെ ചേച്ചിയാണ് അത് തുടങ്ങിയത്. അപ്പം ഞാനായിരുന്നു ചീഫ് ബ്യൂട്ടീഷ്യൻ അവിടെ. അപ്പം ഫേഷ്യൽ, മാനിക്യോ, പെഡിക്യോ എന്നൊക്കെ ജനങ്ങൾക്ക് അറിയില്ല എന്താണതെന്ന്. അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നന്നാവും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അന്ന് നല്ല പൈസ ഉള്ള വീട്ടിലെ പണക്കാർ മാത്രമേ വരുള്ളൂ. ഹൈ എൻഡ് ഫാമിലീസ് മാത്രമേ പാളസിൽ വരുള്ളൂ. ജോലിക്കാരോ മിഡിൽ ക്ലാസ് അങ്ങനെയൊന്നും വരില്ല. ഹൈ എൻഡ് മാത്രമേ വരുള്ളായിരുന്നു. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ക്ലിക്ക് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഒരു ഭൂമായിരുന്നു. ഞാനൊക്കെ ഒരു ദിവസം 12-14 ബ്രൈഡ്സിനെ വെളുപ്പിന് 5 മണി തുടങ്ങി വൈകുന്നേരം 7 മണി വരെ അറ്റ സ്ട്രെച്ച് ചെയ്യുമായിരുന്നു. അത്ര എന്നുവെച്ചാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, കുറവായിരുന്നു. അപ്പം പിന്നെ ഭൂമായി അങ്ങ് ഭൂം നിറയെ. അതായത് ഭയങ്കര റഷായിരുന്നു പാർലറിൽ. നിന്ന് തിരിയാൻ നേരം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഈ മമ്മൂക്കയുടെ ഭാര്യ സുൽഫി മാമിന്റെയും കുറെ അല്ല അവരുടെ വീട്ടിലെ ഫാമിലി മൊത്തം ഞാനാണ്. അതായത് ഇനോഗ്രേഷൻ ചെയ്തത് സുലുവാണ്, പാർലർ ഇനോഗ്രേഷൻ ചെയ്തത്. പിന്നെ അവരുടെ ഫാമിലി മൊത്തം ഞാനാണ് കല്യാണത്തിന് ഒരുക്കുന്നത്. ദുൽഖറിന്റെ വൈഫ്, മോള് സുർമി, പിന്നെ അവരുടെ ഫാമിലി മുഴുവനും. പിന്നെ ഇങ്ങനെ പിന്നെ ചേട്ടൻ ഫിലിമിലായതുകൊണ്ട് എല്ലാ ആർട്ടിസ്റ്റും എൻ്റെ പാർലറിൽ വരുമായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റും.